കർക്കിടക വാവുബലിയുടെ ചരിത്രം. അതിൻ്റെ പുരാണ പശ്ചാത്തലം: കർക്കിടവാവിന് ഏറ്റവും വലിയ കാരണം ഭീഷ്മ പിതാമഹനാണ്. മഹാഭാരത യുദ്ധത്തിൽ അമ്പുകളാൽ തുളച്ച് അമ്പുകിടക്കിൽ കിടന്ന ഭീഷ്മർ ഉത്തരായണത്തിനായി കാത്തുകിടന്നു. ആ സമയത്ത് അദ്ദേഹം കർക്കിടക മാസത്തിലെ കൃഷ്ണപക്ഷ അമാവാസി ദിവസമാണ് അദ്ദേഹം വിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിവസം ഭീഷ്മ തർപ്പണ ദിനമെന്നും അറിയപ്പെടുന്നു. പിതൃക്കൾക്കൊപ്പം ഭീഷ്മർക്കും തർപ്പണം കൊടുക്കുന്ന ആചാരം ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഇതിൽ ആലുവ മണപ്പുറം പ്രധാനപ്പെട്ട ബലിസ്ഥാനമായതെങ്ങനെ? പണ്ട് ആദി ശങ്കരാചാര്യർ തൻ്റെ അമ്മ ആര്യാമ്പയുടെ ബലിതർപ്പണം നടത്തിയത് ആലുവ പുഴയിലാണ് എന്നാണ് വിശ്വാസം. അമ്മ മരിച്ചപ്പോൾ ശങ്കരൻ വീട്ടിലെത്താൻ കഴിയാത്തത് കൊണ്ട് ഗംഗ ആലുവ പുഴയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് പുഴ കരകവിഞ്ഞൊഴുകിയെന്നും അതിൽ അമ്മയുടെ ബലി നടത്തിയെന്നുമാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് ആലുവയെ ദക്ഷിണേന്ത്യയുടെ ഗയ എന്നും വിളിക്കുന്നത്. ഗയയിലെ ഫൽഗു നദിക്ക് തുല്യമായ പുണ്യം ആലുവ പുഴയ്ക്കുണ്ട് എന്നാണ് വിശ്വാസം. കർക്കിടകം മലയാള മാസങ്ങളിലെ അവസാന മാസമാണ്. പണ്ട് കൃഷിയില്ലാത്ത മഴക്കാലമായതുകൊണ്ട് രോഗങ്ങൾ കൂടുതലുള്ള കാലം. അതുകൊണ്ട് ശുദ്ധീകരണത്തിൻ്റെയും പ്രാർത്ഥനയുടെയും മാസമായി മാറി. ഈ മാസത്തെ അമാവാസിയായ വാവ് ദിവസം ഋതുക്കളെ ഓർക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായി കണക്കാക്കി.